Morning everyone. Next, mean deviation from mode. Next type of data ആണ് അത് ഗ്രൂപ്പ്ഡ് ഡേറ്റ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ദ മോഡ്. അപ്പോൾ മോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ക്ലാസ്സും ഫ്രീക്വൻസിയും തന്നിരിക്കുമ്പോൾ മോഡ് കണ്ടുപിടിക്കുന്നത് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള ഏതാണോ ക്ലാസ് അതാണ് മോഡൽ ക്ലാസ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് 15 to 20 ക്ലാസ്സിനാണ്, ദാറ്റ് ഇസ് 40. സോ L1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ലോവർ ലിമിറ്റ്. അതായത് നമ്മൾ മോഡൽ ക്ലാസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള വേരിയബിൾസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ 15 to 20 ആണ് നമ്മുടെ മോഡൽ ക്ലാസ്. അതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 15. അപ്പം 15 പ്ലസ് പിന്നെ കണ്ടുപിടിക്കേണ്ടത് F1, F0, F2. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എപ്പോഴും മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? F1 ആയിരിക്കും. അപ്പോൾ F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 0 ഉണ്ട്, F2 ഉണ്ട്. അപ്പോൾ മേളിലുള്ളത് F0, താഴെയുള്ളത് F2. സോ ഇവിടെ തന്നിരിക്കുന്ന വേരിയബിൾസ് എല്ലാം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ദാറ്റ് ഇസ് 14 മൈനസ് F0 എത്രയാണ്? 10. C എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവൽ ഇസ് 5. the whole divided by 2F1. F1 എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ 2F1 is 28. 28 minus F0 is 10. F2 is 6. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേനും 15 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 12 കിട്ടും. ഇത് ഇവിടം വരെ ഉള്ളൂ. ഡിനോമിനേറ്റർ ഇസ് ഓൺലി ഫോർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇസ് ആഫ്റ്റർ പ്ലസ്. അപ്പം 15 ഈ ഡിനോമിനേറ്റർ ഇല്ല. അപ്പം ഇതാദ്യമേ സോൾവ് ചെയ്യുക. 20 ഡിവൈഡ് ബൈ 12 നമുക്ക് 1.7 എന്ന് കിട്ടും. സോ 15 ദാറ്റ് ഇസ് 16.67. മോഡൽ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യത്തെ നാച്ചുറലി നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിഡ് എക്സ് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പം 0 to 5 ആണ്. അപ്പം 5 ഡിവൈഡ് 0 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 2 നമുക്ക് 2.5 കിട്ടും. 5 to 10 മിഡ് എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 2.5 വരും. നെക്സ്റ്റ് 7.5, 12.5, 17.5, 22.5 and then you will get 27.5. അടുത്തത് എക്സ് മൈനസ് മോഡാണ്. എക്സ് മൈനസ് മോഡ് എത്രയാണ് കണ്ടുപിടിക്കുക. അതായത് ഇതാണ് നമ്മുടെ എക്സ്. മോഡ് 16.67 ആണ്. എക്സിൽ നിന്ന് മോഡ് കുറയ്ക്കുക. ഇവിടെ 14.17 കിട്ടും. ദെൻ 9.17, 4.17, 0.83, 5.83, 10.83. എങ്ങനെ ഇത് കിട്ടി? എക്സ് എന്ന് പറയുന്നത് നമ്മുടെ മിഡ് എക്സ് ആണ്. മിഡ് എക്സിൽ നിന്നും നമ്മുടെ മോഡായ 16.67 കുറയ്ക്കുമ്പോൾ ഉള്ള വാല്യൂസാണ് ഇത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. F ഇൻറ്റു എക്സ് മൈനസ് എം. അപ്പോൾ എക്സ് മൈനസ് എമ്മും നമ്മുടെ ഇവിടെ കയ്യിലുണ്ട്. ഫ്രീക്വൻസി ഇവിടെയാണുള്ളത്. ഓക്കെ, ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എഫ് ഇൻറ്റു അതായത് 3 ഇൻറ്റു 14.17 വിൽ ഗെറ്റ് 42.51. അടുത്ത ഫ്രീക്വൻസി 8 ആണ്. 8 ഇൻറ്റു 9.17 വിൽ ഗെറ്റ് 73.36. 10 ഇൻറ്റു 4.17 41.70. 0.83 ഇൻറ്റു 14 11.62. 6 into 5.83 we will get 34.98 and 10 into 5 into 10.83 we will get 54.15. full add ചെയ്യുമ്പോൾ we will get 258.32 കിട്ടും. അപ്പോൾ ഈ ഫോർമുല അനുസരിച്ച്, അതായത് മീൻ ഡീവിയേഷൻ ഫോർ ഗ്രൂപ്പ് ഡേറ്റ ഫ്രം മോഡ്, മീൻ ഡീവിയേഷൻ
ഫ്രം മോഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് മോഡുലസ് എക്സ് മൈനസ് മോഡ് അതെന്ന് പറയുന്ന വാല്യൂ 258 ആണ്. അപ്പോൾ 258 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ഇത് നമുക്ക് 46 എന്നാണ് കിട്ടുന്നത്. സോ ഡിവൈഡഡ് ബൈ 46, ആൻസർ വിൽ ബി 5.62. അപ്പോൾ മീൻ ഡീവിയേഷൻ ഫ്രം മോഡ് നമുക്ക് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആസ് യൂഷ്വൽ മോഡ് കണ്ടുപിടിക്കുക. മോഡ് കണ്ടുപിടിച്ചതിന് ശേഷം മിഡ്-എക്സ് കണ്ടുപിടിക്കുക. മിഡ്-എക്സിൽ നിന്നും മോഡ് കുറച്ച് എഴുതണം. ഫ്രീക്വൻസി അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫോർമുല അനുസരിച്ച് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറും കിട്ടും. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. താങ്ക് യു.